ഗാർഡൻ ടു കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ലിസിയാന്തസ് എന്ന പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. ആ പ്ലാന്റ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ആമസോൺ ത്രൂ ആണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഈ പ്ലാന്റ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തേ ഉള്ളൂ. അൺബോക്സിങ് കാണിക്കാൻ പറ്റിയില്ല. നന്നായിട്ട് അവർ ഫിക്സ് ചെയ്തൊക്കെയാണ് ഈ അയച്ചിട്ടുള്ളത്. അതിന് യാതൊരു കംപ്ലൈൻറ്റും പറ്റിയിട്ടില്ല. നല്ല സേഫ്റ്റിയായിട്ട് നല്ല സേഫായിട്ട് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഒരു കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്ത് ഒരു കൈ കൊണ്ട് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാനത് കാണിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൻ്റെ മണ്ണൊക്കെ നല്ല സോയിലായിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. മണ്ണിനൊന്നും ഒരു ഡാമേജ് ഇല്ല. ഒരു നല്ല വെറ്റായിട്ട് തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു 3 ദിവസം ആയിട്ടുള്ളൂ. അതിനിടെ എനിക്ക് പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടി. നല്ല ഹെൽത്തി പ്ലാന്റാണ്. മണ്ണൊക്കെ എപ്പോഴും വെറ്റാണ്. അതുകൊണ്ട് ഇതിനൊരു ക്ഷീണം, ഇതിൻ്റെ ലീഫിനൊന്നും ഒരു ക്ഷീണമില്ല. നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ഫ്രഷായിട്ട് ലീഫൊക്കെ ഇരിക്കുന്നു. ഈ ലിസിയാന്തസ് പ്ലാന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് മറ്റൊരു പേരുള്ളത് ടെക്സാസ് ബ്ലൂബെൽ എന്നാണ്. ടെക്സാസ് ബ്ലൂബെൽ എന്ന പേരിലും ഈ പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതിന് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഞാൻ മാറ്റിയിട്ട് ഇനി ഇത് മറ്റൊരു പോട്ടിലേക്ക് എനിക്കിത് മാറ്റണം. ഞാൻ ഇങ്ങനെ തന്നെ ഈ പ്ലാസ്റ്റിക് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ തന്നെ വെച്ചിരിക്കും. ചെറുതായിട്ട് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് ചെറുതായിട്ട് ലീഫിലൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ 2 ദിവസം അനക്കാതെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഞാൻ മറ്റൊരു വലിയ പോട്ടിലേക്ക് ഇത് മാറ്റി നടും. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് നമ്മൾ സൺലൈറ്റ് അധികം കിട്ടുന്ന പോലെ വെക്കരുത്. നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഇത് കരിഞ്ഞു പോകും. ഇതിന് കുറച്ച് ഷെയ്ഡും ചെറിയ രീതിയിൽ സൺലൈറ്റ്, പാർഷ്യൽ സൺലൈറ്റാണ് ഇതിന് ആവശ്യമുള്ളത്. പിന്നെ ഇതിൻ്റെ മണ്ണിനെ കുറിച്ച്, മണ്ണാവുമ്പോൾ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് ആവശ്യമാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് വെറ്റായിട്ട് അതിൻ്റെ പോട്ടിംഗ് മിക്സ് വെറ്റായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പൂവ് നല്ല ഡബിൾ പെറ്റൽസ് പൂവാണ്. ഇത് പലവിധ കളറുകളിൽ ഈ ചെടി ലഭ്യമാണ്. അതായത് പിങ്ക്, വൈറ്റ്, പർപ്പിള്, ലാവണ്ടർ ഇങ്ങനെയൊക്കെ കളറിൽ ഈ ചെടി ലഭ്യമാണ്. പക്ഷേ ഞാൻ വാങ്ങിയിട്ടുള്ളത് പിങ്കും വൈറ്റുമാണ്. ഒരെണ്ണം പിങ്കും ഒരെണ്ണം വൈറ്റും ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കാരണം ആ ഫ്ലവറിൻ്റെ കളർ വെച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം വൈറ്റും ഒരെണ്ണം പിങ്കും. അത് പൂത്ത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഇതൊരു 1 to 3 ഫീറ്റ് ഹൈറ്റിലായിരിക്കും ഇതിൻ്റെ വളർച്ച. 1 മുതൽ 3 വരെ അത്രയും ഹൈറ്റിലേ ഇത് വളരത്തുള്ളൂ. പിന്നെ ഇത് പറയുമ്പോൾ ഇത് നല്ല റോസായെ പോലെ നല്ല ഡബിൾ പെറ്റൽസ് ഒക്കെ, റോസയുടെ കളറിലൊക്കെ നിൽക്കും. റോസാ പോലൊക്കെ നമുക്ക് തോന്നും. ഡബിൾ പെറ്റൽസ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് നല്ല സോഫ്റ്റ് പെറ്റൽസാണ്. അതുകൊണ്ട് ഇത് വെഡ്ഡിങ്ങിൻ്റെ പർപ്പസിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്ന അതിൻ്റെ ഡെക്കറേഷന്, വെഡ്ഡിങ്ങിൻ്റെ ഓരോ ഡെക്കറേഷനുകൾക്കൊക്കെ ഇതിൻ്റെ കട്ട് ഫ്ലവർ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരാഴ്ച വരെയൊക്കെ നിൽക്കുമെന്നാണ് പറയുന്നത്, കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ പൂ വാടാതെ നന്നായിട്ട് ഫ്രഷായിട്ട് ഒരാഴ്ച വരെയൊക്കെ നിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇത് ചില നഴ്സറി ഗാർഡനുകളിലൊക്കെ വിസിറ്റ് ചെയ്തപ്പം ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് അതിൻ്റെ തൈ കിട്ടിയില്ല. അപ്പം ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമായിരുന്നു, ആമസോൺ ത്രൂ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് ഇത് ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞ് ഇത് വലിയ ചട്ടിലോട്ട് മാറ്റി ഇതിൻ്റെ ഗ്രോത്ത്, ഇതിന് ഞാൻ വളമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന NPK ആണ്. 19-19-19 എന്ന NPK വളം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എനിക്കിത് നട്ട് വളർത്തി ഇതിനെ നല്ല ഗ്രോത്തൊക്കെ ഫ്ലവറൊക്കെ ആകുമ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഇതിൻ്റെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും അപ്പോൾ കാണാനിടയാകട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിരിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ.